നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. ഇന്ന് മാരത്തൺ എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്. നമുക്ക് കഥയിലേക്ക് കടക്കാം. അമ്മയുടെ അടിവയറ്റിൽ തൊഴിച്ച് മുടിയിൽ കുത്തിപ്പിടിച്ച് അച്ഛൻ ഭിത്തിയിൽ ഇടിച്ചപ്പോൾ അമ്മയെ രക്ഷിക്കാൻ സഹായത്തിനായി ഒരു 5 വയസ്സുകാരൻ ഓടിയത് 2 കിലോമീറ്റർ അകലെയുള്ള പോലീസ് സ്റ്റേഷനിലേക്കാണ്. അമ്മയെ മുടിക്കുത്തിൽ പിടിച്ച് അച്ഛൻ ഭിത്തിയിൽ ഇടിച്ചപ്പോൾ തലപൊട്ടി ചോര ഒലിച്ചിറങ്ങുന്നതാണ് ആ പിഞ്ചു ബാലൻ കണ്ടത്. മനസ്സ് ഒരു നിമിഷം പതറിപ്പോകാവുന്ന പ്രായമേ അവനുള്ളൂ. എന്നാൽ തൻ്റെ അമ്മ അനുഭവിക്കുന്ന വേദന കണ്ടു നിൽക്കാൻ അവന് കഴിഞ്ഞില്ല. അച്ഛൻ്റെ മർദ്ദനത്തിൽ അമ്മ അവശയായത് കണ്ട് അകലെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് അമൽ എന്ന ബാലൻ ഓടി. ആ ഓട്ടം ഒരു ജീവന് വേണ്ടി ആയിരുന്നു. എൻ്റെ അമ്മയെ രക്ഷിക്കണേ എന്ന് കിതച്ചുകൊണ്ട് അവൻ സ്റ്റേഷൻ മുറ്റത്ത് നിന്ന് പറഞ്ഞൊപ്പിച്ചു. അവൻ്റെ കരച്ചിൽ കേട്ട് പോലീസുകാർ ഉടൻ അവൻ്റെ മുന്നിലെത്തി കാര്യം തിരക്കി. അമ്മയെ അച്ഛൻ തല്ലുകയാണെന്നും രക്ഷിക്കണമെന്നും അവൻ ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു. ഉടൻ തന്നെ അമലിനെയും കൂട്ടി പോലീസുകാർ അവൻ്റെ വീട്ടിലെത്തി. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച അതിദാരുണമായിരുന്നു. തലപൊട്ടി ചോര ഒലിച്ച് ബോധമില്ലാതെ കിടക്കുന്ന അമ്മയെയും കള്ളുകുടിച്ച് ലക്ക് കെട്ട് മുറ്റത്ത് നിൽക്കുന്ന അച്ഛനെയുമാണ് അവർ കണ്ടത്. പോലീസിനെ കണ്ടതും അയാൾ വേലി ചാടി ഓടിക്കളഞ്ഞു. പോലീസ് പിറകെ ഓടി അയാളെ പിടിച്ചു. ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അന്ന് തലപൊട്ടി ചോര ഒലിച്ച് കിടന്ന ആ അമ്മയെ പോലീസുകാർ ആശുപത്രിയിലെത്തിച്ചു. പക്ഷേ അപ്പോഴേക്കും ആ പാവം സ്ത്രീയുടെ ജീവൻ പോയിരുന്നു. അതോടെ അയാളെ കൊലക്കുറ്റത്തിന് ജയിലിലടയ്ക്കുകയും ചെയ്തു. ഒന്നും അറിയാതെ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ കുഞ്ഞിനെ ഇൻസ്പെക്ടർ ആനന്ദ് തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മക്കളില്ലാതെ ദുഃഖത്തിലായിരുന്ന ആനന്ദും ഭാര്യ വിമലയും അവനെ സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിച്ചു. ഒടുവിൽ അനാഥനായ ആ കുഞ്ഞിനെ ഇൻസ്പെക്ടർ ആനന്ദ് നിയമപരമായി തന്നെ ദത്തെടുക്കുകയും ചെയ്തു. കുട്ടിയായിരുന്ന അമൽ പതിയെ പതിയെ ദുഃഖങ്ങൾ മറന്നു. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും കരുതലും ഏറ്റുവാങ്ങി അവരുടെ സ്വന്തം മകനായി അവരുടെ വീട്ടിൽ വളർന്നു. കാലങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. അമൽ പഠിച്ച് മിടുക്കനായി. ഇന്ന് അദ്ദേഹം ആ ഗ്രാമത്തിലെ ഒരു പ്രസിദ്ധമായ ആശുപത്രിയുടെ ഉടമയും അവിടുത്തെ പ്രമുഖ ഡോക്ടറുമാണ്. സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. അത്താണിയില്ലാത്ത പാവപ്പെട്ടവർക്കായിട്ട് സൗജന്യമായിട്ട് ചികിത്സ ചെയ്യുന്ന ഒരു ആശുപത്രിയും കൂടിയാണിത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ മഞ്ജു അറിയപ്പെടുന്ന ഒരു കൗൺസിലിംഗ് വിദഗ്ധയുമാണ്. അനാഥ ബാല്യങ്ങൾക്കായി ഒരു സ്നേഹഭവനവും ആശുപത്രിയോട് ചേർന്ന് അവർ അവിടെ നടത്തുന്നുണ്ട്. 30ഓളം പിഞ്ചു ബാല്യങ്ങൾ അവിടെ അന്തേവാസികളാണ്. അവരുടെ പഠനവും ജീവിതവും ഡോക്ടർ അമലിൻ്റെയും മഞ്ജുവിൻ്റെയും കൈകളിൽ സുരക്ഷിതവുമാണ്. അമലിനെയും മഞ്ജുവിനെയും സഹായിക്കാൻ, അതിൻ്റെ മേൽനോട്ടം വഹിക്കാനും അവരുടെ കൂടെയുള്ളത് അവരുടെ മാതാപിതാക്കളായ ഇൻസ്പെക്ടർ ആനന്ദും ഭാര്യ വിമലയുമാണ്. നിരാലംബരായ ഓരോ കുരുന്നുകളെയും കാണുമ്പോൾ തൻ്റെ ബാല്യം ഡോക്ടർ അമൽ ഓർത്തുപോകും. അന്ന് അമ്മയുടെ ജീവന് വേണ്ടി ആ 5 വയസ്സുകാരനായ താൻ ഓടിയ ഓട്ടം ജീവിതത്തിലെ ആദ്യ മാരത്തൺ ആയിരുന്നുവെന്ന് ഡോക്ടർ അമൽ വിങ്ങലോടെ ഓർത്തു. എങ്ങനെയുണ്ട് എൻ്റെ കഥ? ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി പുതിയൊരു കഥയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.